നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ യേശുവിന് തോന്നണം നമ്മൾ ആരാധിക്കണമെന്ന്. അതുകൊണ്ട് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്നും നമ്മൾ പ്രാർത്ഥനയിലാണെന്നുവെന്നും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും ദൈവത്തിന് തോന്നണം. കാരണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുന്നത്. ഭാഗികമാകുമ്പോൾ പല വിചാരമെന്ന് പറയും, പല വിചാരം. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വില്ലനെന്ന് പറയുന്നത് പല വിചാരമാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നാളെയാണല്ലോ ആ ഡേറ്റ് എന്ന് പറയും, മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുന്നതിന് ഇടയ്ക്ക് പറയും ദൈവമേ നാളെയാണല്ലോ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണല്ലോ എന്ന് പറയും. ഇതിനെ കൗണ്ടറായിട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ തലയെ പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ തലയെ കൈവച്ചതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ തലയെ കൈവച്ച് എപ്പോഴും സംരക്ഷണ പ്രാർത്ഥന ചെല്ലണം. സംരക്ഷണ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. സംരക്ഷണ പ്രാർത്ഥന എപ്പോഴും തലയിൽ സമയത്ത് കൈവച്ച് സംരക്ഷണ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവം കുറച്ച് കഴിയുമ്പോൾ നീ ഇത് സീരിയസാണ്. ജോസഫച്ചൻ പറഞ്ഞതുകൊണ്ടാണ് നീ ചെല്ലണമെന്ന് ഈ ആഴ്ചയിൽ വിചാരിക്കത്തുള്ളൂ. ഈ ആഴ്ച 2-3 ആഴ്ച കഴിഞ്ഞും പിന്നെയും തലയെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും നീ തന്നെ ചിന്തിച്ചിട്ടാണ് തലയെ കൈ വെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലസ് തരും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്. ഭയങ്കര ദൈവത്തോടെ ജീവിക്കണത് എളുപ്പമാണ്, പാടുവാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. മർക്കോസ് 12:30. നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിന്റെ ബഹിസ്ഫുരണമായിട്ട് എക്സ്പ്രഷൻസ് ആയിട്ടാണ് പ്രെയർ വരുന്നത്. കാര്യം സ്നേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട് എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തിൽ നിന്നുണ്ടാകാം, പ്രത്യാശയിൽ നിന്നുണ്ടാകാം. പക്ഷേ ദൈവം അവിടെ കുറിച്ച് വെക്കണത് സ്നേഹത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വരത്തില്ലല്ലോ. പക്ഷെ സ്നേഹത്തിലാണ് വന്നിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തിലല്ല. വസ്തുവിനോട് സ്നേഹമുണ്ട്, അത് വിറ്റ് മകളോട് സ്നേഹമുണ്ട്. എന്താണ്? അവളെ കെട്ടിക്കണമെങ്കിൽ വസ്തു വിൽക്കണം, അതിനാണ് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിനറിയാം, അതാണ് കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം വിഷയത്തോടും വിശ്വാസം ദൈവത്തോടുമായിട്ടാണ് ഇപ്പോൾ മറിഞ്ഞ് കിടക്കേണ്ട ഈ സംഭവം. അതൊന്ന് തിരിച്ചിടണം. എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പോൾ സ്നേഹം ദൈവത്തോടായിരിക്കണം. ഇപ്പം സ്നേഹം എന്താണ്? ഒരു കുഞ്ഞുണ്ടായി, എത്ര പേർക്ക് കുഞ്ഞുണ്ട് കർത്താവ്, എനിക്ക് മാത്രം കുഞ്ഞില്ലെന്ന് പറയും. ഇതല്ലേ ഈ അവരാധിയല്ലേ പറയണത്, മക്കളില്ലാത്തവർ. ഈ ടിജിയുടെ ഒരു സാക്ഷ്യത്തിൽ എന്താ പറയണമെന്ന് അറിയാമോ? ടിജി എന്ന് പറയണത് ടിജിയുടെ ഭർത്താവ് ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ജസ്റ്റോടെ അനിയൻ സംസാരിക്കത്തില്ല. ആ അനിയൻ്റെ വൈഫിനെ അവർ സംസാരിക്കാത്ത കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. കേൾക്കാനും പാടില്ല. അത് ഈ ടിജിയുടെ അനിയന്, ഭർത്താവിൻ്റെ അനിയന് സംസാരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. അതുപോലെ തന്നെ ജീവിത പങ്ക് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ ഒരാളാണ്. അതുങ്ങൾക്ക് രണ്ടുപേർക്കും കേൾക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. ഇത് സങ്കടമാണ്. ഇപ്പോൾ എന്താ പ്രശ്നിക്കുന്നത്? 8 കൊല്ലമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുമില്ല. അപ്പോൾ ടിജിയും ഹസ്ബൻഡും വിചാരിച്ച് ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ തന്നെ അവർക്ക് സങ്കടമാണ്. പിന്നെ ഒരു കുഞ്ഞുങ്ങൾ കിട്ടിയെങ്കിൽ അവരതിൻ്റെ സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് കൺവേ ചെയ്യാൻ പറ്റണില്ല. കാര്യം ഈ 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോഴാണ് പിന്നെ ഇവർ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ ടിജി ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തപ്പോൾ അവളുടെ നിയോഗത്തിൽ അവൾ പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് കുഞ്ഞുങ്ങൾ വേണം കർത്താവ് എന്ന് പറഞ്ഞു. അവർക്കതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാമല്ലോ, പക്ഷേ അവർക്ക് കേൾക്കാനും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആര്? ടിജിയുടെ അനിയത്തിക്ക് അറിയത്തില്ല, ഭർത്താവിനും അറിയത്തില്ല. അവരെ ഉടമ്പടി പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്ത്? ടിജി ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് അവളുടെ വയറ്റിൽ അടിവയറ്റിൽ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈശോ ഞാനീ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാമോ? അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഇത് കമ്മ്യൂണിക്കേഷൻ പണം പോക്കുണ്ടില്ലേ? അങ്ങനെ ഇവർ ഉടമ്പടി തൈലം എല്ലാ ദിവസവും കുറിച്ച് വരക്കും. അവളുടെ വയറെല്ലാം കൊണ്ട് കുറിച്ചിട്ട് കൊടുക്കും. ഇവളുടെ വയറെല്ലാം കുറിച്ച് വരച്ചിട്ട്
അത് അവളുടെ വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. പക്ഷേ അവൾ വിശ്വാസപ്രമാണം ചെല്ലാൻ അവൾക്ക് അറിയത്തില്ല, സംസാരിക്കത്തില്ല, വിശ്വാസപ്രമാണം അറിയത്തുമില്ല. അതുകൊണ്ട് ആക്ടിവേഷനൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ടിജി എന്ത് ചെയ്യും, അവളുടെ വയറ്റെ കുറിച്ചിട്ട് വെച്ചും അതുപോലെ തന്നെ അനിയത്ര വയറിലും കൊണ്ടൊരു കുറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. ഒരു ദിവസം അവരുടെ വീട്ടിൽ മാതാവ് വന്ന് ഈ ഒക്ടോബർ മാസം, അപ്പോൾ അവർ ഉടമ്പടി ജീവിക്കുകയാണ്. ഉടമ്പടി ഞാനിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിക്കാർക്ക് ഒക്ടോബറും മെയ്യും പ്രധാനപ്പെട്ട മാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് കർത്താവ് ഒരു ദിവസം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും അച്ഛൻ പറഞ്ഞു ഒക്ടോബറും മെയ്യും, അപ്പം പിന്നെ മറ്റു മാസങ്ങളെല്ലാം എന്ത് ചെയ്യും, എല്ലാ മാസവും ദൈവാനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇത് പ്രത്യേക ഒരു നല്ലൊരു മാസമാണ്, മാതാവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമുള്ള മാസമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ആൾക്കാർ പറയും, കൃപാസനത്തിൽ എപ്പോഴും നല്ല വലിയ സംഭവം നടക്കുന്നത് മെയ് മാസത്തിലും ഒക്ടോബർ മാസത്തിലുമാണ്. പക്ഷേ വേറൊരു മാസം കൂടിയുണ്ട്, ആ മാസത്തിനും കൂടി ഞാൻ പറയത്തില്ല. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എന്താ അപ്പോഴേ ഇവളെന്ത് ചെയ്യുന്നറിയാമോ, ഇവൾ ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്തിട്ട് അവൾ കൊണ്ടുപോയി ഈ തൈലം തേക്കും. അപ്പോൾ എന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ ഞാൻ നിൻ്റെ മാസത്തിലാണ് ഞാൻ തൈലം തേച്ചിരിക്കുന്നത്, അവൾക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് അമ്മ തന്നതാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പം ഭയങ്കര ഡയലോഗ് രസമാണ്. കാര്യം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റും ഇതുപോലെ ദൈവത്തോട് സംസാരിക്കണം മക്കളെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വൃത്തിയും മെനയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സംസാരിക്കുന്ന ഒരു കുഴപ്പമുണ്ടാകത്തില്ല. അമ്മ അതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇപ്പം എന്നാ പറ്റും, ഒരു ദിവസം അവിടെ വീട്ടിൽ അതുപോലെ ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് ഒരു ദിവസം അവിടെ കൊന്ത മാസം അവിടെ വീട്ടിൽ മാതാവ് വന്ന്, ഇടവകയിലൊക്കെ മാതാവിനെ കൊണ്ടുപോകത്തില്ലേ, ഒരു മാസത്തേക്ക് വെക്കത്തില്ല ഒരു വീട്ടിൽ. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, മാതാവ് തിരിച്ചു പോകാൻ നേരത്ത് അമ്മായിയമ്മ പറഞ്ഞു, നിൻ്റെ വയറ്റിൽ ഇത് തേച്ചിരിക്കണമല്ലേ, മാതാവിനെ നീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. മാതാവിന് ഇവളെടുത്ത് കൊടുക്കുകയും പെട്ടെന്ന് കറണ്ട് അടിച്ച് രൂപത്തെ ഒന്ന് ശക്തി അടിച്ച്. അപ്പോൾ ഉടനെ ഇങ്ങനെ അവൾ പറഞ്ഞു, ഇങ്ങനെ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു മറ്റവർക്ക് കാര്യം അവരോട് ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഇത് നമ്മളവർക്ക് ഇതൊന്ന് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ദൈവം അങ്ങനെ ജീവിക്കുക, ദൈവം ഇങ്ങനെ കൂടെ അങ്ങ് ജീവിക്കുക. നമ്മളൊന്ന് ഒരു മിനിമം ഒരു സത്യസന്ധത കാണിച്ചാൽ മതി. നമ്മളിതൊരു അലംഭാവത്തോടെ കണ്ടിട്ടാണ് ദൈവത്തിന് നമ്മളൊന്നും ദൈവത്തിന് ഭയങ്കര സങ്കടമാണ് നമ്മുടെ ഉടമ്പടിയെ. കാര്യം ദൈവത്തിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഈ സത്യക്കേടുള്ള സ്ഥലത്ത് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഈ ഊട്ട കൊണ്ട് എന്താണ് കണ്ണടച്ച് ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുകയൊക്കെ ചെയ്ത് ഉടമ്പടി ഒപ്പിക്കത്തില്ലേ? അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും ദൈവത്തിന്. കാരണം നമ്മുടെ സത്യക്കേടുണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്നലെ ഞാൻ കുറേ പേരെ പറഞ്ഞു വിട്ട്, അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വല്യമ്മ എനിക്ക് ഒരു ജപ്തിയാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ചീട്ട് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത്, ഞാനിപ്പോൾ ഇവിടെ വന്നാൽ ഇപ്പോൾ അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാനിവിടെ ചെക്ക് ചെയ്യും. കാരണം ഫ്രോഡുകൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. കാര്യം ഉടമ്പടിയാണ്, അത് സത്യസന്ധമായിരിക്കണം. സത്യത്തിലല്ലാത്ത ആൾക്കാരെ കയറരുത്. അപ്പം അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത് 23 ഉടമ്പടിയാൻ പറ്റിയാണ്. ഇവർക്കെന്തോ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കുകയാണ്. ഇവർക്ക് ഉടമ്പടി ഇല്ലവർ. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി കൊണ്ടുവന്ന് പുതുക്കിയിട്ട് അവരുടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ ജപ്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, ജപ്തി. പക്ഷേ ഈ ചേട്ടത്തി എൻ്റെ തരണം എന്താണ്, പാസ്പോർട്ട് പോരെ. അവിടെ ജപ്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തരണത് മകൻ്റെ പാസ്പോർട്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഒക്കണില്ല തമ്മിൽ. ഞാൻ ചേട്ടത്തി ഇത് കൂട്ടിയാൽ കൂടത്തില്ല, കാര്യം നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയാലും കൂടത്തില്ല. അതുകൊണ്ട് വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. മര്യാദയ്ക്ക് ഉടമ്പടി കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതായത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ഉടായ്പകൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നില്ല പോലും നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഇന്ന്. അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയാലുണ്ടല്ലോ, നിങ്ങളെന്ത് വലിയൊരു ദൈവത്തിന് എന്തുമാത്രം നിങ്ങൾ അനുഗ്രഹിക്കാമെന്നറിയാവോ? നിങ്ങൾ സമ്മതിക്കുന്നതിൽ അനുഗ്രഹിക്കാൻ, അതിലെ കുഴപ്പം. നിങ്ങളുടെ കാലം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ ദൈവത്തിന് കാര്യം ദൈവത്തിന് ഇപ്പോൾ ഇവളുടെ കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ കമ്പനി എന്താ പറഞ്ഞത്? ഇപ്പോൾ അവൾ പ്രഗ്നൻ്റായി, അവൾ ആ കുഞ്ഞിനെയും കൊണ്ടാണ്, ആ കണ്ണും കാണാൻ ചെവിയും കേൾക്കാൻ പോലെ സംസാരിക്കാത്ത ചേച്ചി ആ ഭർത്താവും ഈ ടിജിയും എല്ലാവരും കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ കുഞ്ഞിനെക്കുറിച്ച് ടിജി പറയണമെന്നറിയാമോ? നോക്കിയേ, അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല, അപ്പന് കേൾക്കാനും പറ്റത്തില്ല, അമ്മയ്ക്കും കേൾക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് തന്ന കുഞ്ഞിന് കേൾക്കുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാവുന്നു. അപ്പം ദൈവം തന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കത്തില്ല. അവിടെ മെരിറ്റും ഡീമെരിറ്റും ഒന്നും നോക്കത്തില്ല. അതാണ് എൻ്റെ വിഷയം. അപ്പം
അപ്പം ദൈവത്തിന് സത്യസന്ധമായ ആൾക്കാരെ കിട്ടണം, വിശ്വസ്തതയുള്ള ആൾക്കാരെ കിട്ടണം. ഈ ഉടമ്പടി എന്ന സംവിധാനത്തിന് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെല്ലാം ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാലോ, ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ദൈവം ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടി എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? നമ്മളെല്ലാവരും ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. വിശുദ്ധീകരണത്തിന് ശക്തീകരണത്തിന് ഉടമ്പടിയുടെ സ്റ്റാൻഡേർഡിൽ വരണം. എന്നിട്ട് ദൈവത്തോട് ബയലാട്ടറായിട്ട് ഉഭയകക്ഷിയായിട്ട് ദൈവതിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഒരു ബ്ലോക്കുമില്ല. ഇപ്പോൾ എന്താ ശുചി പറയണത്? കമ്പനിയിൽ വെസ് എന്ന് പറഞ്ഞ ആ കമ്പനിയാണ് ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഈ 10ാം ക്ലാസ്സുകാരന് ഇവിടെ ഓട്ടോമൊബൈൽ എടുത്ത ആളിന് അവിടുത്തെ തുല്യതാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്പനി വെസ് എന്ന കമ്പനിയാണ് കൊടുക്കേണ്ടത്. അവർ പറയും നിങ്ങൾക്ക് തരത്തിലെന്ന് പറയും. തരത്തിലെന്ന് പറയുമ്പോൾ ഈ ടിജിയുടെ ഹസ്ബൻഡ് പറയും, ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതും കാശ് മുടക്കിയതും കഷ്ടപ്പെടാൻ തിരിച്ചു പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ ടിജി പറയും, നോ അവർ കമ്പനി മാത്രമാണ്, കർത്താവല്ല. കർത്താവ് ആരാണ്? യേശുക്രിസ്തുവാണ് കർത്താവ്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം യേശു കർത്താവാണ് എന്ന് എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഭയങ്കര വിശ്വാസമാണ്. അതായത് ഹൃദയത്തിൽ വിശ്വസിക്കണത് എന്താണ്? മരിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അപ്പം മരണപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ഉള്ളത്? വിശ്വാസമാണുള്ളത്. അതെന്താണ്? ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, യേശുവിനാണ് വിശ്വസിക്കുന്നത്. യേശു ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? യേശു കർത്താവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം, രക്ഷ എന്ന് പറയുന്നത് ഒരു സംവിധാനമോ ഒരു ആശയമോ ഒന്നുമല്ല, ഒരു പേഴ്സണാണ് രക്ഷ. അതായത് എല്ലാ വിഷയങ്ങളിലും ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോ എന്താ പറയണത്? ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. എന്താ കാരണം? ഒരാശയം ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നത്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എപ്പോഴും ഈ റോമ 10:9 എപ്പോഴും മനസ്സിൽ കുറിച്ചിട്ടേക്കണം. ഇതിൻ്റെ ബ്രോഡർ ഫോമിലാണ്, ആക്ടിവേഷനിലാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞു തരണത്, അല്ലേ? അപ്പം യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയണം. ഏറ്റുപറച്ചിൽ എപ്പോഴും ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നതിന് പ്രാർത്ഥനയെന്ന് പറയും, പ്രഖ്യാപനം എന്ന് പറയും. പിന്നെ യേശു കർത്താവാണെന്ന് നമുക്ക് പ്രഖ്യാപനം ഏറ്റുപറച്ചിലാകുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നതിൻ്റെ ഒരു ഭാഗം എന്താണ്? പ്രാർത്ഥനയാണ്. പിന്നെ എന്താണ്? പ്രഖ്യാപനം തന്നെ. അതുപോലെ തന്നെ ഏറ്റുപറയുന്നതിൻ്റെ മറ്റൊരു ഭാഗം എന്താണ്? അത് പരസ്യ പ്രഖ്യാപനമാണ്. ഏറ്റുപറയണത് എങ്ങനെയാണ്? ഏറ്റുപറയണ വീട്ടിൽ ഇരുന്ന് ഏറ്റുപറയാൻ പറ്റത്തില്ല, അതിന് 10 മനുഷ്യരുണ്ടാകണം. നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രഹസ്യ പ്രാർത്ഥനയില്ല വീട്ടിൽ ഇരുന്നുള്ള, അതിനൊക്കെ മാർക്ക് കുറഞ്ഞു പോണ കാര്യം പ്രാർത്ഥന ഏറ്റുപറച്ചിലാണ്. ബൈബിളിൽ ഏറ്റുപറയണമെങ്കിൽ എന്ത് ചെയ്യണം? 10 മനുഷ്യർ വേറെ ഉണ്ടാകണം. അതാണ് സമൂഹ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. ഇപ്പം മെൻ്റൽ പ്രയർ, സ്വകാര്യ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാലും അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന ഗോൾഡാകണതിൻ്റെ കാരണം ഏറ്റുപറച്ച് സമൂഹപരമായതുകൊണ്ടാണ്. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എടുത്ത വചനെടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 10:32. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന അങ്ങോളം എത്തുമെന്നാണ് പറയണത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് യൂട്ടേൺ അടിക്കും സാധനം. മനുഷ്യരുടെ മുമ്പിലാണ് നിങ്ങൾ ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ അതാണ് കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള ഗുണം. അതാണ് കുടുംബ പ്രാർത്ഥന. എന്താണ്? കൊച്ചും കുഞ്ഞും വരുന്നത്. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു കുടുംബത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു അപ്പന് 10 മക്കൾ. അപ്പോൾ 10 മക്കളെന്ന് ഏറ്റവും മൂത്ത മക്കൾ +2 പഠിക്കണത്. എല്ലാം ഒരു വയസ്സൊരു വ്യത്യാസമേ ഉള്ളൂ. എന്ത് രസമാണ്! എല്ലാം കൂടി ഇരിക്കും. അപ്പന് ഈ കുഞ്ഞുങ്ങളായിട്ടിരുന്ന് കളിക്കണം, കാണാൻ നല്ല രസമാണ്.
അത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ അതുപോലെ ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു സമൂഹപരമായ ഏറ്റുപറച്ചിലാണ്. നിങ്ങളവർക്ക് അവൻ വരണില്ല ഇവൻ വരണില്ല ഞാൻ ഇല്ലാത്ത വിളിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ മൂലക്ക് മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ ഇല്ലേ? അത് ഒറ്റയ്ക്ക് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കണില്ലെങ്കിൽ അങ്ങനെയുള്ള നരകം പിടിച്ച വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിലും പ്രാർത്ഥിക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവം അതിന് തീയിടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? വിശ്വാസം കൊടുത്തിട്ട് വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? ആരാണ്ട് വായി നോക്കികൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വാസം കളഞ്ഞു കുളിച്ചതല്ലേ? എൻ്റെ മക്കളെ, വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റും ആൾക്കാരുണ്ട്. സഭയെ എതിർക്കുന്നവരും സഭയുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഭയങ്കര രസമല്ലേ? അപ്പം അതൊക്കെ നമുക്ക് അഭിമാനം തോന്നണം. ഇപ്പം ഇപ്പോൾ എനിക്കതിൻ്റെ ഒരു 100 വീഡിയോ കൃപാസനത്തിനെതിരെ ഉണ്ട്. എന്താ കാര്യം? അപ്പം അതിന് അത്രയും എതിരെ ഉണ്ടായിട്ടും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. കർത്താവ് എന്താ പറഞ്ഞ അവസാനം വന്നപ്പോൾ? പല പ്രസംഗങ്ങൾ. യുദാസുണ്ട്, പിലാത്തോസുണ്ട്. കൂട്ടം നിൽക്കണ 10 ദിവസം തന്നെ ചില സമയത്ത് തള്ളിപ്പറയുന്നത് തോന്നണത് മർക്കോസ് തുണിയില്ലാതെ ഓടും. അങ്ങനെ പരുവക്കേടാണ്. പക്ഷേ പരുവക്കേടാണെങ്കിലും അപ്പ സംഗതി എൻ്റെ ചുറ്റും പരുവക്കേടാണെങ്കിലും അപ്പ ഞാൻ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. കൈയടിച്ച ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 17:4. ഇതാണ് നിങ്ങളുടെ നിലപാട്. എന്താണ് യോഹന്നാൻ 17:4? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അവനും ഇവനുമൊക്കെ എന്തൊക്കെ വായി നോക്കികളും വലുതാക്കാത്തവന്മാരൊക്കെ എന്തൊക്കെ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക. അപ്പോൾ വളരെ സൈലൻസ് ആയിരിക്കണം. നിങ്ങൾ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ ഇൻറ്റേണൽ സൈലൻസ് വേണം. അല്ല കലപില താറാ കൊക്കണ പോലെ അവരങ്ങനെ പറഞ്ഞില്ല അതങ്ങനെ പറഞ്ഞില്ല അത് കേട്ടില്ല ഇത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല. ബി സൈലൻറ്റ്. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൃത്യമായിട്ട് നല്ല ഫിനിഷിങ് ടൈമിൽ ലാൻഡ് ചെയ്യും. ആ പറയുന്ന കൗണ്ട് ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്യും. എന്താണ്? ഏൽപ്പിച്ച ജോലി പൂർത്തിയായിക്കൊണ്ട്. അപ്പം അതാണ് ഈ വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്തെല്ലാം ഇപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾ കോളേജൊക്കെ ഇപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ എന്ന് പറയുന്ന ഒരു അലവരാതിയുടെ മെയിൻ പരിപാടി ദൈവത്തിനെതിരെ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ കൊച്ചായിട്ട് ഫുൾ കൈ ആയിട്ട് ഇരിക്കണം, അവിടെ മുമ്പിക്കാരിയിരിക്കുകയും. അപ്പോൾ കൂട്ടുകാർക്ക് പുറയും തോണ്ടും. അവനൊക്കെ പലരും യുക്തിവാദികളുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കേൾക്കണം അച്ഛൻ കൊച്ച കേൾക്കണം ദൈവമില്ലടാന്ന് പറയും. ഞാനങ്ങനെ അപ്പോൾ എന്നോട് വരുത്താൻ വന്ന് ജോൺ പോളം പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. യവൻ വന്നും ചോദിക്കും, എടാ ജോസഫേ ഈ 20-ാം നൂറ്റാണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ട് വലിയൊരു അച്ഛനാകുവാടാന്ന്. എന്നുവെച്ചാൽ അന്ന് പള്ളിയിൽ ആൾ 80 കാലഘട്ടങ്ങളിൽ പള്ളിയിൽ ആൾ കുറവായിരുന്നു. ഇപ്പം ഇന്ന് നോക്കി പള്ളി നിറച്ച ആളല്ലേ, എല്ലാ പള്ളികളിലും ആളല്ലേ. ചിലർ പറഞ്ഞ് കോവിഡ് വരുമ്പോൾ എല്ലാ പള്ളികളും പൊട്ടുമെന്ന് പറഞ്ഞു. എവിടെ പൂട്ടാൻ? എവിടെ ചെല്ലുമ്പോഴും ജനങ്ങൾ ആയിരങ്ങൾ ഇരമ്പി ആർത്ത് യേശുവിലേക്ക് പുതിയ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് വലിയ സാക്ഷ്യത്തോടെ വന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥന തന്നെയും 2 തരമുണ്ട്. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്. പബ്ലിക് പ്രെയർ വളരെ സീരിയസ് ആണ്. പബ്ലിക് പ്രെയറിൻ്റെ അകത്ത് നിന്ന് ഏറ്റുപറച്ചിൽ മത്തായി 10:32 അനുസരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ. അപ്പം അത് നമുക്ക് ഉറപ്പായി. കാര്യം എന്താണ്? 2 അഡ്രസ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ സംഭവം എത്തും. നമ്മൾ ഏത് അഡ്രസ്സിലാണ് വെച്ചിരിക്കുന്നത് അവിടെ ഈ സംഭവം എത്തും. എന്തിനാണ് എത്തുന്നത്? മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയും. അപ്പോൾ സാധനം അവിടെ എത്തുമെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് നമ്മൾ ജപമാല റാലിയെല്ലാം പബ്ലിക് പ്രെയറാണ് അല്ലേ? ജപമാല റാലിയുടെ തോരാത്ത സാക്ഷ്യങ്ങളാണ് ദിവസങ്ങളൊക്കെ വരണത്. ഇപ്പം ഈ ടിജിയുടെ സാക്ഷ്യത്തിൽ പറയണേ, ഞാൻ ഇവിടെ ഉടമ്പടി ഇവിടെ ജപമാല റാലിയുടെ ദിവസം ഞാൻ ഭർത്താവും ലീവ് എടുക്കും. എന്നിട്ട് ഞങ്ങൾ 2 പേരും മാത്രം, അവിടെ വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ വരാനെന്നും, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും മാത്രം കൊന്തയും ചൊല്ലി 12 കിലോമീറ്റർ. ഇവിടെ എത്ര കിലോമീറ്ററാണ് അച്ഛനും ആൾക്കാരും നടക്കുന്നത്, അത്രയും കിലോമീറ്റർ ഞങ്ങൾ നടക്കുമെന്ന്. അവർ 2 പേരേ ഉള്ളൂ ജവഹർ റാലി, ഭാര്യയും ഭർത്താവും മാത്രം. ഈ മഞ്ഞത്ത് അത് മൈനസ് നെഗറ്റീവ് നടക്കുകയാണ്, മഞ്ഞത്ത് നടന്ന് 20 കിലോമീറ്റർ 12 കിലോമീറ്റർ അവർ പരസ്യമായി ജപമാലയും ഇട്ടുകൊണ്ട് ജപമാലയും കാണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുക. എൻ്റെ ദൈവാനുഭവത്തിന് ഒരു പഞ്ഞവുമില്ല, നമ്മൾ പഞ്ഞം ഉണ്ടാക്കുന്നതാണ്. എന്താ കാര്യം? നമ്മൾ ഇതുപോലൊന്നും നമ്മൾ വിടത്തില്ല.
പലതും വിട്ടുപിടിച്ചിട്ട് ഇതൊരു സൈഡ് ലൈനിൽ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കണ പോലെ ചേർത്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുക്കാൻ നോക്കും ഈ ഉടമ്പടി. പക്ഷെ ഉടമ്പടി അങ്ങനെ ഒക്കത്തില്ല. കാര്യം ഉടമ്പടി ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അത് കാരണം ദൈവത്തിനാണെങ്കിൽ എപ്പോഴും എൻ്റെ മക്കൾ ഒരു ആധ്യാത്മിക രഹസ്യം മനസ്സിലാക്കണം. അതായത് ഞാൻ മനസ്സിലാക്കിയ ഈശോയ്ക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് പറയണത് ഒന്നും മുതലാകത്തില്ല. അതാണ് പ്രശ്നം. ഒന്നും മുതലാകത്തില്ല. നമ്മൾ അത് ചെയ്ത് ഇത് ചെയ്ത് പറഞ്ഞാലൊന്നും കാര്യം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, നീ ഈശോനെ കുറിച്ച് നോക്കിക്കേ, ഇതാണ് അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവന് എന്ത് മുതലാകാനാണെന്ന്. അപ്പോൾ ഈശോ പറയും, ഞാൻ ചെയ്യാവുന്നവൻ്റെ മാക്സിമമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത പാട്ടിൽ നമ്മളൊരു തിരി കത്തിച്ചത് കൊണ്ട്, ഒരു പൊതി ചോറ് കൊടുത്തതുകൊണ്ട് എന്താകാനാണ്? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം, വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:47. മത്തായി 5:47. സഹോദരങ്ങളെ മാത്രമേ, കേട്ടോ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എപ്പോഴും ഉടമ്പടി ഫയറാകാൻ എപ്പോഴും നല്ലത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കണത് ഇതിനേക്കാൾ ഇരട്ടി ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നതിൻ്റെ പകുതി എങ്ങനെ ചെയ്യാം. മലയാളി പ്രത്യേകിച്ച് അങ്ങനെയാണ്. മലയാളിയിലെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ചുരുക്കെടുത്തെന്ന് പറയത്തില്ലേ, എന്നാൽ ചുരുക്കി ചെയ്യാൻ നോക്കും. പറയണ പരിപാടിയെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കും. നിയമപരമായിട്ട് ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യും. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഇത് സത്യസന്ധമാണെങ്കിൽ പറയുന്നതിൻ്റെ ഇരട്ടി. അതാണ് ഈശോ പറയുന്നത്, 1 മൈൽ പോകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 മൈൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 5:41. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ്. എന്നിട്ട് പറയും, ചോദിക്കുന്നവർക്ക് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞത് പിന്നീട് കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ചെയ്യേണ്ട കാര്യം എളുപ്പമാണ്, ഇത് പേടിക്കേണ്ട കാര്യമില്ല. കർത്താവെ, കൂടുതൽ ചെയ്യാൻ വേണ്ടിയും നിനക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയും എനിക്ക് പ്രത്യേക കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പല പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ ഉടമ്പടിയിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് മക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ ആ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും. പക്ഷേ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. മനുഷ്യന്മാരുടെ സ്വഭാവമാണ്, പ്രാർത്ഥിച്ചു പോകും, പക്ഷേ അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി കംപ്ലീറ്റ് യൂ ടേൺ ആണ്. നിങ്ങളുടെ വിഷയം നിങ്ങൾ എറിഞ്ഞ് കളയണം. ദൈവത്തിരുന്ന് ഡംപ് ചെയ്യണം നമ്മൾ കൊണ്ടുവന്ന്. ഇനി അത് കർത്താവ് നോക്കാൻ പറയുകയാണ്. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കും. മനസ്സിലായില്ലേ? ആദ്യം ചെയ്യേണ്ട പ്രയോറിറ്റി അത്. ആ വാക്കുകൂടി എടുത്തേ, 10:33 എടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. 6:33. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം എന്ന് പറയുമ്പോൾ കമ്പനിക്കാരൻ പറഞ്ഞ് നടക്കുന്നത്. ഇപ്പം തന്നെ ഈ ടിജിയുടെ അവസ്ഥ എന്താ അറിയാവോ? അവസാനം ഇവർ റിജക്റ്റ് ചെയ്ത കമ്പനി വെസ്സിലേക്ക് തന്നെ വീണ്ടും ഇവരുടെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യും. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോൾ ടിജി എന്താ പറയണത്? കമ്പനിയല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്നല്ലേ അവൾ പറയണത്. അത് ഭർത്താവിനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന്മാർ പോകാൻ പറ, അവനാണ് കർത്താവുണ്ട് എനിക്ക്. അവൻ പറയുമ്പോൾ ഞാൻ അനുസരിക്കും. ഇപ്പോൾ വീണ്ടും അവൾ സെൻഡ് ചെയ്യും. ഈ സംഭവം വീണ്ടും സെൻഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അവന്മാർ ഇവരെ കോൾ ഫോർ ചെയ്യും, വരാൻ പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് ഇവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഇവർ ഒരു ഉടക്ക് കണ്ടുപിടിക്കും. അതിൻ്റെ അകത്ത് ഏതായാലും ആപ്ലിക്കേഷൻ സ്വീകരിക്കും. എന്തിനുള്ള ആപ്ലിക്കേഷനാണ്? ഇക്വാലൻ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള. ഇവിടുത്തെ മെക്കാനിസ്റ്റാണ്, കാനഡ മെക്കാനിസ്റ്റിൻ്റെ അവിടുത്തെ ഇക്വാലൻ്റ് തുല്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഉള്ള കമ്പനിയിൽ നിന്ന് എല്ലാ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. സ്വീകരിച്ച് കഴിയുമ്പോൾ അവരൊരു ഇതിൻ്റെ ഉടക്ക് കണ്ടുപിടിക്കും. എന്താ കാര്യം? ഈ ജസ്റ്റോ എന്ന് പറയുന്ന ടിജിയുടെ ഭർത്താവിന് എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടില്ല എൻ്റെ അകത്ത്. അപ്പുറം ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്ന് പറയും. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 5-5.5 പണിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ടിജി പറയുവേ, എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് ജനിച്ചത്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലെന്ന് പറയും. സത്യമാണ്, ഗവൺമെൻറ് റെക്കോർഡിൽ ഇല്ലത് എന്ന് പറഞ്ഞ് ഇവൾ മെയിലേക്കും. അപ്പോൾ അവർ പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് നാട്ടിലുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് തരാൻ പറയും, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്. അപ്പോഴെൻ്റെ പ്രശ്നം സമയം കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ലീവാണ്.
ക്രിസ്മസ് ലീവ് തുടങ്ങാൻ അവർക്കറിയാം ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് വരുമ്പോൾ അവർ പൂട്ടി പോകുമ്പോൾ അടുത്ത കൊല്ലമാവും, 24, 25 ആവും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സമയം കുറവാണ്, ഇവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വേണം. അത് എവിടെ കിടക്കണം? അത് പരീക്ഷാ ഭവനിൽ നിന്നാണ് കിട്ടുന്നത്. പരീക്ഷാ ഭവനിൽ നിന്ന് ട്രിവാൻഡ്രം പരീക്ഷാ ഭവനിൽ പോയി ഇവൻ്റെ പരീക്ഷാ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അത് സെൻഡ് ചെയ്യണം. സെൻഡ് ചെയ്യണ സമയത്ത് കാര്യം അതിന് എക്സ്പ്രസ് മെയിലിൽ സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 ദിവസമേ ഉള്ളൂ. അവർ ലീവ് അടിച്ച് പൂട്ടിപ്പോയാൽ പിന്നെ 1.5 മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. കാനഡയിലെ ക്രിസ്മസ് ഹോളിഡേയ്സ് തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ പരീക്ഷാ ഭവനിൽ പോയി ഇത് കിട്ടാൻ തന്നെ എന്ത് പാടായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിന് പോകണം, അവിടെ പോയാൽ ഈ സമയത്ത് എത്തത്തില്ല. അതുകൊണ്ടാണ് എക്സ്പ്രസ് മെയിൽ എന്ന് പറയുന്നത്. എക്സ്പ്രസ് മെയിലിൻ്റെ കാര്യം പരീക്ഷാ ഭവനിൽ ചെന്നപ്പോൾ ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ എക്സ്പ്രസ് മെയിൽ പറയും ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. DP അല്ല, എനിക്കറിയാം DP ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അവിടെ ഇപ്പം നമ്മുടെ അപ്പോയിൻമെൻറ്റ് തന്നെ അവരൊന്നും ചിലപ്പോൾ സമയത്ത് നമ്മുടെ കയ്യിൽ തരത്തില്ല. അവർ പറയും പോസ്റ്റിൽ വിടാമെന്ന് പറയും. പോസ്റ്റിൽ വിടാമെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് മെയിലൊന്നും ചെയ്യത്തില്ല. അവർ നിയമമില്ല ചെയ്യാൻ. ഗവൺമെൻറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നിയമങ്ങളുണ്ട്. അവർ പറയും ചെയ്യത്തില്ലെന്ന് പറയും, എക്സ്പ്രസ് മെയിൽ പോകത്തില്ലെന്ന് പറയും. അപ്പോൾ ഇതോടുകൂടി കൊളാപ്സ് ആകും. ഇത്രയും നമ്മൾ അടുത്ത് ചുണ്ടോട് ചെന്ന് കപ്പിനും ചുണ്ടിനും എടുത്ത് തെറിച്ച് പോയാണ് സംഭവം. അപ്പോഴും ടിജി പറയും നോ, ഇത് അമ്മ ഓൺലൈനിലുണ്ട്, ഇത് കിട്ടും. അപ്പായോട് പറയും, അവളുടെ അപ്പനോട് പറയും, അല്ല ചെറുക്കൻ്റെ അപ്പനോട് പറയും, അപ്പ ചെന്ന് ചോദിച്ചിട്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി പരീക്ഷാ ഭവനിൽ ഇടാൻ പറയും. അപ്പോൾ ഇയാൾക്ക് ഉടമ്പടി അറിയാൻ പാടില്ല, ആലപ്പുഴ അറിയാൻ പാടില്ല. അങ്ങേര് പറയണം, അങ്ങേര് രാഷ്ട്രീയ നേതാവാണ് പുള്ളി. ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് കൊണ്ട് ഉപ്പ് കൊണ്ട് പരീക്ഷാ ഭവനിലൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഇത് നോൺസെൻസാണ് ഈ പറഞ്ഞിരിക്കും. കാര്യം അപ്പം നേരെ ചൊവ്വേത് കിട്ടിയില്ലല്ലോ, മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല ഇത്. കാര്യം ഉടമ്പടിയെക്കുറിച്ച് ടിജിക്ക് നല്ല അക്കാഡമിക് നോളജാണ്. അപ്പം ഇത് ഉടമ്പടി ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ, നിയമപരമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, മെറിറ്റിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വർക്ക് ചെയ്യും? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനാണ് ഉപ്പിടുന്നത്. എന്താ വെച്ചാൽ എൻ്റെ കഴിവും നിയമത്തിൻ്റെ സാധ്യതയുമല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ സത്യം ഉടനെ കിട്ടിയില്ലെങ്കിൽ മകൻ തിരിച്ചു പോരേണ്ടി വരികയല്ലേ. അപ്പം രാഷ്ട്രീയക്കാരനാണ്, നേതാവാണ്. ആ നേതാവിൻ്റെ സ്വാധീനത്തിൽ പാർട്ടിക്കാരെ പിടിച്ചുകൊണ്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അപ്പം പോയതെങ്കിലും 3 പ്രാവശ്യം പോയിട്ട് അപ്പനത് കിട്ടിയില്ല. അപ്പം ടിജി പറയും ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, നിയമപരമായിട്ട് കിട്ടത്തെ സാധ്യതയില്ല. എക്സ്പ്രസ് മെയിൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അപ്പ കൊണ്ടുപോയി ഉപ്പിട് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയും. അപ്പോൾ അപ്പ കൊണ്ടുപോയി എനിക്ക് രക്ഷപ്പെടണ്ടേ, കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. എന്നിട്ട് കയറി ചെന്ന് പറയും ഇത് എക്സ്പ്രസ് മെയിൽ വിട്ടില്ലെങ്കിൽ അവിടെ ജോലി പോകുമെന്ന് പറയുമ്പോൾ വിടാൻ സാറേ എന്ന് പറയും. അത്രയുള്ള അവരപ്പം തന്നെ എക്സ്പ്രസ് മെയിൽ വിടും ഈ സാധനം. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കിയേ. ഓരോരോ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുക, റെസ്റ്റിൽ ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഉടമ്പടി സ്ട്രെങ്ത് ഉണ്ട് ഇവർക്ക്. അതാണ് വിഷയം. വിഷയങ്ങളുണ്ടാകും, പക്ഷേ അതിനേക്കാൾ ഇവർക്ക് ബലമുണ്ട്. ഇവർക്ക് വിഷയങ്ങൾ നമ്മളെ ബലഹീനമാക്കുന്നത് എന്താ കാര്യം? നമ്മളെ ബലം പിടിപ്പിക്കാനാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അതാണ് സംഭവം. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിനാണ് ഉപ്പിടുന്നത്. വിശ്വാസം അവിടെ എന്ത് ചെയ്യണേ? വിശ്വാസം പ്രാർത്ഥന അല്ലത്, വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം അവിടെ പ്രയോഗിക്കുകയാണ് നമ്മൾ ചെയ്യണത്. വിശ്വാസത്തിന് പ്രാർത്ഥനയുണ്ട്, വിശ്വാസത്തിന് പ്രഖ്യാപനമുണ്ട്. ഇപ്പം മഴയത്ത് നടന്നുകൊണ്ട് മഞ്ഞത്ത് നടന്നുകൊണ്ട് കൊന്തേരണ വിശ്വാസ പ്രഖ്യാപനമാണ്. ഉപ്പ് കൊണ്ടുപോയിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലണത് എന്താണ്? വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതല്ല. വിശ്വാസ പ്രയോഗം ആദ്യം വരെ ഉള്ളതാണ്. നിങ്ങൾ രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതനെ വിളിക്കുക, അവൻ കൊണ്ടുവന്ന് തൈലം പ്രയോഗിച്ചുകൊണ്ട്. അതാണ് വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യാക്കോബ് 5:14 വിശ്വാസ പ്രയോഗമാണ് ഇപ്പൊ സബ്ജക്റ്റ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ തൈലാഭിഷേകത്തിനാണ് പ്രയോഗം എന്ന് പറയണത്, വിശ്വാസ പ്രയോഗം. അത് ബൈബിളിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ തൈലാഭിഷേകമുണ്ട്. ഉപ്പൊക്കെ ഇടുന്നത് എന്താ? ദൈവത്തിൻ്റെ ഇതെല്ലാം ഇടണത് എന്തിനാണ്? നമ്മുടെ പേരിലല്ല. എന്തിനാണ്? കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമം അവിടെ ശക്തിപ്പെടുത്തുന്നത് എന്താണ്? കർത്താവിൻ്റെ നാമമാണ് ശക്തിപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? മനുഷ്യന് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ശ്രുതികട മക്കളെ
10:18-19. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതാണ്. ദാനിയേലിന്റെ അടുത്ത് ദൈവത്തിന്റെ ശക്തി വരുന്ന പറയുകയാണ്. അതാണ് പ്രോസസ്സാണ് എല്ലായിടത്തും നടക്കുന്നത്. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു. അതാണ് വചനം നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴും പറയണത് കേൾക്കുമ്പോഴും കേട്ടത് പ്രാവർത്തികമാക്കുമ്പോഴും എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ. ഈ ഉടമ്പടി എന്ന് പറയുന്ന വചനം പ്രാവർത്തികമാക്കിക്കൊള്ളാമെന്ന് നമ്മൾ പറയണത്. അവൻ പറയണത് പോലെ ചെയ്തുകൊള്ളാൻ, ജീവിച്ചുകൊള്ളാമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ടിജി പറയണത്, ഉടമ്പടി എനിക്ക് ഒരു നടപടിക്രമമല്ല, പ്രത്യേകിച്ച് ജീവിത രീതിയാണെന്ന് പറയണം. ജീവിത രീതിയാണെന്ന് പറയണം. ഇപ്പം എന്നാ പറ്റിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം നിങ്ങൾക്കറിയാം, കാനഡയിൽ ഉള്ളവർക്കറിയാം, ഇപ്പം PR കിട്ടും. PR എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസാണ്. ഈ കമ്പനി ജോലി കിട്ടിയാലും PR കിട്ടാൻ പാടാണ്. PR കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പോരേണ്ടി വരും അവിടെ നിന്ന്. PR എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്, അവിടെ സ്ഥിരമായ താമസത്തിനുള്ള സർട്ടിഫിക്കറ്റാണ്. അത് കിട്ടാൻ പാടാണ്. ഇപ്പോൾ എല്ലാം റിജക്ഷനാണ് വരുന്നത്, ഭയങ്കര റിജക്ഷനാണ്. അപ്പോൾ ടിജി എന്ത് ചെയ്യും? ടിജി അപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് പാസ്പോർട്ടിൽ തേച്ചിട്ട് വിശ്വപ്രമാണം ചെല്ലും, ഇത് സെൻഡ് ചെയ്യും. അതാണ് ഉടമ്പടി. അവർ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഉടമ്പടി ഒരു നടപടിക്രമമല്ല, മറിച്ച് ഒരു ഉടമ്പടി എനിക്ക് പാലിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. അത് അവരുടെ ഒരു ഇതാണ്, അനുഭവമാണ്. ഉടമ്പടി നിങ്ങളെ പലരും ചെയ്യണത് പാലിക്കുകയാണ് ചെയ്യണത്, അങ്ങനെയല്ല. ഉടമ്പടി ജീവിച്ച് മാറ്റുകയാണ്. എന്താണ്? ആ പാസ്പോർട്ടിൽ വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തരം തേച്ചിട്ട് പാസ്പോർട്ട് സെൻഡ് ചെയ്യും ഗവൺമെൻറ്റിലേക്ക്. ഇപ്പോൾ എന്നാ പറ്റിക്കണമെന്ന് അറിയാം, ഒറ്റ ആഴ്ച കൊണ്ട് ഇവർക്ക് PR കിട്ടും. അപ്പോൾ ഇത് കേൾക്കുന്ന കാനഡയിലുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവർ ഞെട്ടിപ്പോവും. കാര്യം അവർ 3 കൊല്ലമായിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, 3 കൊല്ലമായിട്ട്. ഇതെന്ന് പറയണത്, ഉടമ്പടിയുടെ രീതി എന്ന് പറയണത്, നമ്മൾ സത്യസന്ധരാണെന്ന് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണതാണ് ഇതിൻ്റെ റിസ്ക്. നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കാൻ വന്നതല്ല, വയറ്റിപ്പഴപ്പിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വന്നതല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നതാണെന്ന് ഒരു നിമിഷമെങ്കിലും നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പിടികിട്ടിയാൽ പിന്നെ നിനക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. മൗന പ്രാർത്ഥനയിലും വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഇപ്പോൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സ്നേഹിക്കുവാൻ, ഈശോയെ, കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുമ്പോൾ, ഈശോ ദൈവരാജ്യ വികസനത്തിനായി കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ഈശോ നിന്നെ കണ്ടുകൊണ്ട് ചെയ്യുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി ചെയ്തുകൊണ്ട് ഈശോയെ കൃപ കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എത്രയും വേഗം ഞങ്ങളെ ഓരോരുത്തരെയും ഈ അൾത്താരയിൽ നിർത്തണമേ എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.